officially by Indu ഇന്നൊരു പോയിന്റ്ലെസ് വ്ലോഗാണ്. ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. പോയിന്റ്ലെസ് വ്ലോഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ടോപ്പിക് ഒന്നുമില്ല. ഒബ്വിയസ്ലി കുക്കിംഗ് ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ ഈവനിങ്, ഇന്ന് സൺഡേ ഈവനിങ് ആണ്, അപ്പോൾ ഈവനിങ് റൂട്ടീൻ, ഈവനിങ് തൊട്ടുള്ള എന്തൊക്കെ ചെയ്യണേ എന്നൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ വ്ലോഗിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈവനിങ് അന്ന് ടോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ടോസ്റ്റ് ഉണ്ടാക്കാൻ സിമ്പിൾ ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ നമ്മൾ നൈറ്റ് സിനിമയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതും കാണിച്ചു തരാം. ആവേശത്തിന് തന്നെ വീണ്ടും പോവാണ്. നല്ല സിനിമയാണ്, അപ്പോൾ ഒന്നുകൂടി കാണാമെന്ന് വെച്ചു. ഫ്രണ്ട്സൊക്കെ പോണ ടൈമിൽ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോയത്. അപ്പോൾ ഇന്നൊന്നും കൂടെ ആവേശം കാണാൻ പോകുന്ന അതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് കുക്കിംഗ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നത്തെ ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. ഇന്നത്തെ ടോസ്റ്റ്, സിമ്പിൾ ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ഗ്രീൻ ചില്ലി ഒന്ന് അത്ര റഫായിട്ടൊന്ന് അരിഞ്ഞിട്ട്, അതുപോലെ ഗാർലിക്ക് വേണം. ഗാർലിക്ക് ഞാൻ ഒരു 5-6 എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു മിക്സിയിലേക്ക് ഇടാം. ചെറിയ മിക്സിയിലേക്ക് ഇട്ടിട്ട് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതൊരു 5-6 ചില്ലി ഉണ്ട്, ഗ്രീൻ ചില്ലി. അപ്പോൾ അത് നമുക്ക് എടുത്തിട്ട്, അപ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ആദ്യം ഇതുപോലെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 5 സ്പൂൺ എടുക്കണ്ടേ. ഞാൻ 5 സ്പൂൺ കടലമാവിൻ്റെ പൊടി ഇട്ടോ. അത് നിങ്ങളുടെ ഒരു ആവശ്യത്തിന് ഇട്ടോളൂ. എത്ര ബ്രെഡ് ഉണ്ടെന്ന് വെച്ചാൽ അതുപോലെ ഇട്ടു. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. മഞ്ഞൾപ്പൊടി അത് സ്കിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 1/4 സ്പൂൺ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക കളറിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഗാർലിക് ആൻഡ് ഗ്രീൻ ചില്ലിയിൽ അതൊന്നിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. മിക്സ് ചെയ്യാം. നന്നായിട്ട് ലംസൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ പോയിന്റ്ലെസ് വ്ലോഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല, ഒരു റാൻഡം വ്ലോഗാണ്. പോയിന്റ്ലെസ് വ്ലോഗാണ്. ടോപ്പിക്കൊന്നുമില്ല, റാൻഡം. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഇല്ല. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ ഇനിയിപ്പോൾ സോൾട്ടോ ഇനി കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഈ വെള്ളത്തിന് വേണമെങ്കിൽ മിൽക്ക് ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഈ വെള്ളം മിൽക്ക് ഒഴിക്കാമെന്ന് വിചാരിച്ച് ഇനിവേസ് നമുക്ക് ഇതുപോലെ കുറച്ചുകൂടെ വേണമെങ്കിൽ ലൂസാക്കാം. അതിന് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചാൽ നിങ്ങളുടെ ഒരു കൺസിസ്റ്റൻസി, തിക്കും അല്ല ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസി ഇത് ഒന്ന് മതിയാക്കും. അങ്ങനെ റെഡിയാക്കും. നെക്സ്റ്റ് നമുക്ക് സിമ്പിളാണ്. ഒരു പാനിൽ ബ്രെഡ് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു പാൻ ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. ആവശ്യമുള്ള ബട്ടർ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ, ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ ആവശ്യമായ ബട്ടർ ഇട്ട് കൊടുക്കാം. എല്ലാത്തിനും സ്പ്രെഡ് ചെയ്യാം. ബട്ടർ അല്പം കൂടിപ്പോയി, സാറില്ല. നമ്മളിത് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഒന്ന് ഇതാക്കിയെടുക്കാം. ബാറ്ററിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്യണം. അതിങ്ങനെ വയ്ക്കാം. ശേഷം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. തിരിച്ചിടാം.
ഉണ്ടാക്കുമ്പോൾ നമുക്ക് ബട്ടറിൻ്റെ ആവശ്യമില്ല. ആവശ്യത്തിന് ബട്ടർ ഉണ്ട്. ബ്രെഡ് റോസ്റ്റ് റെഡിയാണ്. ഇവിടെ ഇങ്ങനെ ഈവനിങ് വ്യൂ കാണാൻ നല്ല രസമാണ്. ഞാൻ പുറത്ത് കാണിച്ചു തരാം. സ്കൈയൊക്കെ നോക്കി നല്ല രസമല്ലേ. അതിന് നമുക്ക് കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ട്, അത് അലക്കിയെടുക്കും. ഡ്രസ്സ് ഇങ്ങനെ വാഷിംഗ് മെഷീനിലിടാം. സിമ്പിൾ പരിപാടി. ഡ്രസ്സുള്ളൂ, കുറച്ച് ഡ്രസ്സുള്ളൂ. അപ്പോൾ നമുക്ക് 15 മിനിറ്റ്സ് ഇട്ടാൽ മതിയാകും. ഇവിടെ നമുക്ക് വാഷിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ആഡ് ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്യാം. വാഷിംഗ് മെഷീൻ സ്വിച്ച് ഓൺ ചെയ്യുക. നമുക്ക് റാപ്പിഡിലിടാം. റാപ്പിഡിലൊരു 30 മിനിറ്റ്സ് 40 മിനിറ്റ്സ് മതി. അപ്പോൾ നമുക്ക് എന്തായാലും 40 മിനിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും. കുറച്ച് ഡ്രസ്സല്ലേ ഉള്ളൂ 40 മിനിറ്റ്സിൽ കിടക്കും. അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് പ്രസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ വാഷിംഗ് പൗഡർ ഇട്ടു. ഇനി നമ്മൾ സ്റ്റാർട്ട് വയ്ക്കാം. ഓക്കെ, സ്റ്റാർട്ട്. അപ്പം ഞാൻ വാഷിംഗ് മെഷീൻ പോസ് ആക്കിയിട്ടുണ്ടായിരുന്നു സൗണ്ട് കേൾക്കാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ നമുക്കതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതൊന്നുകൂടി റീസ്റ്റാർട്ട് ആയി. 9 മിനിറ്റ്സ്. ഈ ഡ്രസ്സ് കൊണ്ടിട്ടിട്ട് വരാം മുകളിൽ. തുണിയൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞു. വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എപ്പോഴും ഫ്ലൈറ്റ് പോകുന്ന സ്ഥലമാണ്.
ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. നമുക്ക് ഇറങ്ങാം. 10 മണിക്കാണ് സിനിമ. നമ്മുടെ സിനി പ്ലസ് ഗ്രാൻഡ് ഹയാത്തിലാണ്. ഇറങ്ങാം. ഹലോ ഹായ്. ഇവനല്ലേ ഇത്? സുബിനല്ലേ? ഓ ഞാൻ സ്ക്രീൻ 2 നല്ല വലിയ തിയേറ്ററാ.